جامع الشتات آمين ويا مخرج النبات آمين ويا محيي العظام الرفات آمين ويا مفرج الكربات آمين ويا فاتح خزائن الكرامات آمين يا رب العالمين ويا مالك حوائج جميع المخلوق آمين ويا من منع نوره الأرض والسماوات آمين ويا من أحاط بكل شيء علما آمين وأحصى كل شيء عددا يا عالما بما مضى وما هو آت آمين نسألك اللهم بقدرتك آمين على كل شيء آمين وباستغنائك عن جميع خلقك وبحمدك ومجدك آمين يا إله كل شيء آمين أن تجود علينا آمين بقضاء حاجاتنا إنك قادر على كل شيء وهو أرحم الراحمين آمين وهو أرحم الراحمين آمين وهو أرحم الراحمين آمين اللهم حصل مرادنا اللهم حصل مرادنا اللهم حصل مرادنا ومراد من أعاننا ومراد من أوصانا بالدعاء يا ذا الجلال والإكرام اللهم اشف أمراضنا وأمراضهم ظاهرية وباطنية وروحانية والشيطانية من الجن والإنس وأتباعهم أن يفرط علينا أحد عز جارك وجل ثناؤك ولا إله غيرك لا حول ولا قوة إلا بالله العلي العظيم أرحم الراحمين يا الملك الجبار يا രാജ സയ്യിദായ അല്ലാഹ് ഈ മജ്‌ലിസിൽ നിന്ന് ഞങ്ങൾ പുറത്ത് ഇറങ്ങുന്നതിന് മുമ്പായി ഞങ്ങളെ തെറ്റുകൾ നീ പൊറുത്തു എന്ന് ഞങ്ങൾക്കൊന്ന് ഉറപ്പ് താ. ഈ മജ്‌ലിസിൽ നിന്ന് ഞങ്ങൾ വെച്ചിരിക്കുന്ന കാല് മുന്നോട്ട് വെക്കുന്നതിനുമുമ്പായി അല്ലാഹ് നീ ഞങ്ങളെ സ്വീകരിച്ചു, ഞങ്ങളെ വരവ് നീ കബൂൽ ചെയ്തു, ഞങ്ങളുടെ യാത്ര അല്ലാഹു നീ കബൂൽ ചെയ്ത് ഞങ്ങളെ ഖൽബിന് ഒരു ഉറപ്പ് താറം യാ അല്ലാഹ്. ഞങ്ങളെ നീ ആഖിറത്തിലേക്ക് മാറ്റി വെച്ചിട്ട് പരീക്ഷിക്കല്ല, ഞങ്ങളെ നീ ആഖിറത്തിലേക്ക് മാറ്റി വെച്ചിട്ട് പരീക്ഷിക്കല്ല റബ്ബേ. സദർ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഒരു യാചകൻ വന്നിട്ട് പറയുന്നു, യാചകനക്ക് ഖദർ നബിയാന്ന് അറിയില്ല, അല്ലാഹുവിന്റെ പരീക്ഷണം. ആ മനുഷ്യൻ വന്നിട്ട് മഹാനായ ഖദർ നബിയോട് പറഞ്ഞു, ഈ അല്ലാഹുവിന്റെ വജ്ഹ് ഓർത്ത്, അല്ലാഹുവിന്റെ പൊരുത്തം ഓർത്ത് എനിക്ക് വല്ലതും തരണേ. അല്ലാഹുവിന്റെ പൊരുത്തം ഓർത്ത്, അല്ലാഹുവിന്റെ വജ്ഹ് ഓർത്ത്, അല്ലാഹുവിന്റെ മുന്നിലെത്തി എനിക്ക് വല്ലതും തരണമേ എന്ന് ഖിളിർ നബിയോട് യാചകൻ പറഞ്ഞപ്പോൾ മൂസാ നബിക്ക് പോലും കിതാബ് കൊടുക്കാൻ കഴിവുള്ള ഖിളിർ നബി 6 മാസം കടലിലും 6 മാസവും കരയിലും സഞ്ചരിക്കുന്ന ഖിളിർ നബി പെട്ടെന്ന് യാചകനോട് ആ മനുഷ്യനോട് പറയുന്നു, മകൻ നേതാവേ, എന്റെ കയ്യിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഖമീസ് അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. പക്ഷേ നിങ്ങൾ എന്നോട് പറഞ്ഞത്
അള്ളാഹുവിന്റെ വജ്ഹ് കണക്കാക്കി എനിക്ക് വല്ലതും തരണമെന്ന്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, تكبير 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 നിന്റെ ഹബീബായ ഖിദർ നബിയുടെ പേര് പറഞ്ഞപ്പോൾ എന്റെ ശരീരത്തിലേക്ക് ലിബാസ് ഇട്ട് തന്ന റബ്ബേ, ഞാൻ സ്വർഗത്തിൽ കടക്കുന്നതിനുപയായി ഇവരെ മുഴുവനും അല്ലാഹു സ്വർഗത്തിൽ എത്തിച്ചത്. അതിന്റെ ശേഷം ഞാൻ ആഗ്രഹിക്കുന്ന റബ്ബേ, അതിന്റെ തൗഫീഖ് നൽകണം. വന്ദനായ ഖിദർ നബിയെ ഞങ്ങളെ കണ്ണുകൊണ്ട് ഒരു വട്ടമെങ്കിലും കാണാം. ഞങ്ങളെ ചുണ്ടുകൊണ്ട് മഹാനായ നേതാവിനെ പിടിച്ചു ചുംബനം കൊടുക്കാം. ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന, എനിക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന എല്ലാ നാടിനും വീടിനും നീ ഗുണം നൽകണേ. എന്റെ കയ്യിൽ അല്ലാഹുവിന്റെ വജ്ഹല്ലേ ചോദിച്ചത്. ഞാൻ ഇട്ടിരിക്കുന്ന കുപ്പായ ഞാൻ നിനക്ക് ഇതല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് മോനെ, നീ എന്നെ അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റിട്ട് ആ കാശ് നീ എടുത്തു. പൊന്നു പോലെ എന്റെ ശരീരം ഞാൻ നിനക്ക് അല്ലാഹുവിന്റെ വജ്ഹ് കണക്കാക്കി തന്നു കഴിഞ്ഞു. അല്ലാഹുവിന്റെ വജ്ഹ് കണക്കാക്കി നിനക്ക് തന്നു കഴിഞ്ഞു. നീ എന്റെ ശരീരം അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റിട്ട് ആ കാശ് നീ എടുത്തു. ഒന്നരായ ഖിദർ നബി അലൈഹിസ്സലാമിനെ ഉദാഹരണം പറയാ, കരുനാഗപ്പള്ളിയിലോ മംഗലാപുരത്തോ കൊണ്ടുപോയി വിറ്റു. അതേ മഹാനവറുകളെ ഒരു വലിയ രാജാവ്, വലിയതായ പണക്കാരൻ വിളിച്ചു കൊണ്ടുപോയി പണം കൊടുത്ത് വാങ്ങി അടിമയാണ്. അവിടെ കൊണ്ടുപോയി നോക്കുമ്പോൾ യൂസുഫ് അലിയുടെ വീട് പോലത്തെ വീട്. ആ വീട് കണ്ട മുതലാളി പറഞ്ഞു, ഖിദറെ നീ ഇവിടെ താമസിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ ഖിദർ നബി പറയാൻ, ഞാൻ എന്നെ അർഹനല്ല. എത്ര ആൾക്കാർക്ക് എന്നെ AC റൂമിലേക്ക് വിളിച്ചു. എന്റെ അക്ബർ ഷാദൊക്കെ എന്നോട് വന്ന് പറഞ്ഞു, തങ്ങളെ AC റൂമിൽ സൗകര്യമുണ്ട്, എന്നെ കാക്കണ്ട, ഞാൻ ഇഷ്ടപ്പെടുന്നതിന് മുഹബ്ബീങ്ങളാണ്. അങ്ങനെ സുബ്ഹാനല്ലാഹ് പുറത്തൊരു ചെറിയ ചെറ്റപ്പരയിൽ മഹാനവറുകൾക്ക് കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഖിദർ നബി ചോദിക്കുകയാണ്, അല്ല മുതലാളി, ഞാൻ നിങ്ങൾ അടിമയല്ലേ, എനിക്ക് തിന്നാൻ തരാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നാണോ എന്ന് ചോദിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു ലോഡ് കരിങ്കൽ അവിടെയുണ്ട്. ഖിദർ നബിയോട് പറഞ്ഞു, മോനെ നിനക്ക് കുറച്ച് പോലെ സൗകര്യം പോലെ കുറച്ച് കല്ല് മാറ്റി എന്ന് പറഞ്ഞു. മുതലാളി പോയി. വൈകുന്നേരം വന്നപ്പോൾ ആ കല്ലുകൾ മുഴുവനും സുബ്ഹാനല്ലാഹ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ മുതലാളിയുടെ കൽബിൽ തോന്നി, ഇതൊരു അത്ഭുതമുള്ള മനുഷ്യനാണ്, ഇത് അടിമയല്ലല്ലോ തോന്നി. അങ്ങനെ പിറ്റേ ദിവസം ഖിദർ നബി ചോദിക്കുകയാണ്, മുതലാളി ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ പറഞ്ഞു, മോനെ മതിലൊക്കെ പൊളിഞ്ഞു പോയി, അതുകൊണ്ട് കുറച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് മുതലാളി ഒഴിഞ്ഞ ഭാഗത്തേക്ക് അതാ നീക്കി നിന്ന് എന്റെ അടിമയായ ഖിദർ നബി അലൈഹിസ്സലാം എന്താണ് ചെയ്യുന്നത് നോക്കിയിട്ട് ആ സമയത്ത് ഖിദർ നബി അലൈഹിസ്സലാം ഒരു കല്ലെടുക്കുന്നു, മതില് വെക്കുന്നു, മണ്ണുകൾ വന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തു പോകുന്നു, കല്ല് വെക്കുന്നു. സുബ്ഹാന ജല്ല ജലാല. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ആ മുതലാളി വന്നിട്ട് ഖിദർ നബി അലൈഹിസ്സലാമിന്റെ കൈ പിടിച്ചിട്ട് ചോദിക്കുന്നു, മൻ അല്ലാഹുവിന്റെ വജ്ഹ് ഓർത്ത് കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് പറഞ്ഞപ്പോൾ ഖിദർ നബി അലൈഹിസ്സലാം പറയുന്നു, ഞാൻ ചേലക്കരക്കാരനാണ്, എന്റെ പേര് അബൂബക്കർ. ഉദാഹരണം പറയാം, എന്റെ പേര് അബൂബക്കർ എന്നാണ്. ഒരു യാചകന ഒരാൾ വന്നിട്ട് ഉംറാജി വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ വജ്ഹ് അടക്കാക്കി എനിക്ക് വല്ലതും തരണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ല. അങ്ങനെ ഞാൻ എന്റെ ശരീരം ഉംറാജിക്ക് വിറ്റ് ഉംറാജി മംഗലാപുരത്ത് കൊണ്ടുപോയി എന്നെ 1,00,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തന്നു, ഇന്ന് ഞാൻ നിങ്ങൾ അടിമയാണെന്ന് പറഞ്ഞപ്പോൾ മുതലാളി പറയുന്നു,
ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് ചെല്ലാൻ വേണ്ടി തീരുമാനിച്ചു, സ്വാതന്ത്ര്യമാക്കാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഖിദ്ർ നബി അലൈഹിസ്സലാം പറഞ്ഞു, സത്യം തുറന്നു പറഞ്ഞു. ആ മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെ ബർക്കത്തുകളെ കൊണ്ട് നാവുകൾക്ക് ഇജാബത്ത് വന്നു, നാവുകൾക്ക് ഇജാബത്ത് നിലർത്തി. ആ മഹാന്റെ ബർക്കത്തുകളെ കൊണ്ട് ഞങ്ങളോട് ബന്ധമുള്ള പല വീടുകളും മജ്‌ലിസ് നടത്തിയാണ്. മണ്ണിനായിരിക്കുന്ന ഷെയ്ഖുന ഉസ്താദിയുടെ വീട്ടിൽ, ബഹുമാനമാക്കപ്പെട്ട ഉമറാജിയുടെ വീട്ടിൽ, അങ്ങനെ അനുവാദം കൊടുത്തിരിക്കുന്ന പലവരുടെയും വീടുകളിൽ അല്ലാഹുവിന്റെ ഹബീബായ നബിയുടെ മുഹിബ്ബീങ്ങൾ ഇതാ മജ്‌ലിസ് നടത്തിയാണ്. വഞ്ചനയില്ലാത്ത മജ്‌ലിസാക്കി, കറകളഞ്ഞിരിക്കുന്ന മജ്‌ലിസാക്കി. പടച്ചവനെ എല്ലാ തരത്തിലുള്ള സിഹ്റിനെ തൊട്ടും സെഹറിനെ തൊട്ടും മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ അനാഥശാലികളിലേക്ക് ഖാനിയിലേക്ക് മാറ്റലാണ്. ഞങ്ങളെ ഭാര്യമാർ കൂലി വേലക്ക് പോയിട്ട് ആ ഭക്ഷണം വാങ്ങി കഴിക്കേണ്ട ഒരു ഗതികേട് നിങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ശരിക്കും പഠിച്ചിരിക്കുന്ന ഒക്കെ ശരിക്കറിയാം. എന്റെ ഉപ്പയുമായി കൊണ്ട് കുറെ ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ വിശദീകരിക്കാൻ അറിയാറില്ല. ഏതായിരുന്നാലും റസൂലുള്ളാഹിന്റെ ഉപ്പായമുള്ള സ്ഥലത്ത് വെച്ച് റബ്ബേ ഈ ജനങ്ങളോട് പറയുന്ന റബ്ബേ, ഡിസംബർ 27, 28 എന്റെ വീട്ടിലൊക്കെ ഇവിടെ കൊണ്ടൊക്കെ പറഞ്ഞു കേൾക്കുക. ഡിസംബർ ഇവിടെ കൊണ്ടൊക്കെ ഡിസംബർ 27 അവിടെ തന്നെ ഇരിക്കുക. ഡിസംബർ 27, 28 എനിക്ക് ജന്മം നൽകിയ ഉപ്പാന്റെ പേരിൽ വലിയ നേർച്ച നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, കുറേ പാവപ്പെട്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് തയ്യൽ മെഷീൻ, എന്റെ കടലിന്റെ കഷ്ടമായ നാടായ മേപ്പാറയിൽ തന്നെ 20ഓളം തയ്യൽ മെഷീൻ കിടന്ന് കളിക്കുകയാണ്. അലമാരകൾ, സ്വർണവളകൾ, കിണറുകൾ, സുബ്ഹാനല്ലാഹ്, പിന്നെന്താണ് കൊടുക്കുന്നത്? ആട്, ഇൻഷാ അല്ലാഹ് പശുവൊക്കെ കൊടുക്കുക. എവിടെ അക്ബർ ഷാ ഏതായിരുന്നാലും ഒരു തയ്യൽ മെഷീന് 5000 രൂപ. ആ 5000 രൂപ നിങ്ങൾ തന്നാൽ ഇൻഷാ അല്ലാഹ് 5000 രൂപ തന്നാൽ അതിന് പകരമായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ആയി റസൂലുള്ളാഹിന്റെ കുപ്പായം മുന്നില കുട്ടി ഇദ്ഹബു ബിഖബീസി ഹാദാ ഫഅൽഖുഹു അലാ വജ്ഹിഹി അബീതി ബസീറ. ഈ ആയത്തിൽ തെൽവ വിശദീകരിക്കാൻ സമയമില്ല. അല്ലാഹു അങ്ങനത്തെ ഇൽമുള്ള കുറേ ഇൽമു ഞങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആരും കേൾക്കാത്തത് പറയാൻ ഞാൻ സ്നേഹിക്കുന്ന എന്റെ മശായിഖന്മാരായ ദാഇമി ഉൾപ്പെടെയുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവിന്റെ ബർക്കത്ത് നൽകട്ടെ. വല്ലാഹി ഉസ്താദുമാരെ കുറിച്ചെങ്കിലും ഒരാളീ ചീത്ത പറയരുത്. നായിനെ പോലും നായിന്റെ മലയത് വിളിക്കണ്ട. ഓരോരുത്തർക്ക് തോന്നി പോലെ അവിടെ ജീവിക്കട്ടെ. അല്ലാഹുവിന്റെ ബർക്കത്തുകളെ കൊണ്ട് നമ്മളെ കൽബിൽ അവരെ കുറിച്ച് ചീത്ത പറയാൻ അല്ലാഹു നമുക്ക് തോന്നിക്കാതിരിക്കണം. ഒരു തയ്യൽ മെഷീൻ 5000 രൂപ, ഒരു അലമാരക്ക് 5000 രൂപ, ഒരു കിണറിന് 10,000 രൂപ. ഇൻഷാ അല്ലാഹ് എന്റെ വന്ദനായ കോയക്കുട്ടി എവിടെ കോയക്കുട്ടി അവന്റെ മകള് കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ലാതെ വിഷമിക്കുമ്പോൾ ഞാനും എന്റെ മരുന്നിനായി ചേട്ടനിയുമുണ്ട് മക്കത്ത് വെച്ച് പറഞ്ഞു, എടാ നമ്മൾ ഇവിടെ നാട്ടിൽ ചേർന്ന് എന്റെ ഭാര്യ എന്റെ മകള് ആൺകുട്ടിക്ക് ഗർഭം നൽകും, പക്ഷെ ആമിർ എന്ന് പേര് മക്കത്ത് വെച്ചാ പറഞ്ഞത്. അവര് കേൾക്കുന്ന പാലക്കാടാണ്. അൽഹംദുലില്ലാ എന്ന് വരുന്നപ്പോ പറഞ്ഞു എന്റെ മകൾ പ്രസവിച്ചു ആമിർ. ആ ബെയ്ത്താണ് അവിടെ ചെയ്തത്. നേരത്തെ ബെയ്ത്ത ആമിർന്റെ ബെയ്ത്ത. ഇൻഷാ അല്ലാഹ് ഈ ഇരിക്കുന്ന കോയക്കുട്ടിന്റെ വകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു കറവുള്ള ആടിനെ ഇൻഷാ അല്ലാഹ് നിയത്തിയിരിക്കും. കറവുള്ള ആട്, ശുക്രൻ, ആദം നബി അലൈഹിസ്സലാം മുതൽ മുത്തനബി വരെയുള്ള എല്ലാ അമ്പിയാക്കന്മാരുടെയും തൊഴിൽ ആട് വളർത്തലാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്. സുബൈറ എവിടെ വിളിച്ചോക്കുക? സുബൈദ അവിടെ ഇറങ്ങി അവിടെ ഉടുതുണിക്ക് മറുതുണിയില്ല. അവന്
ഇരിക്കാൻ വീടില്ല. വാടകപ്പറയിന്റെ ഉള്ളിലാ പാവപ്പെട്ടവരും അവന്റെ ഷർഫും കേൾക്കുന്നത് ഓർമ്മയുണ്ട്. ഇൻഷാ അല്ലാഹ് അബൂബക്കറിലെ ഇവന്റെ വകയാണ് അൽഹംദുലില്ലാ ഒരു പശു. അൽബക്കർക്ക് ഒരു പൗരുണ്ട കുട്ടി നിങ്ങൾ ആഴ്ച കുടിക്കാൻ കിട്ടിയുള്ള ആഴ്ച കുറിച്ചിന്റെ അർത്ഥം ആയത്തുൽ കുർസിന് നിങ്ങൾക്ക് ഖിയാമത്ത് വരെ അതിന് അർത്ഥം വെച്ച് തീരുണ്ടടാ. ഒരു ഒറ്റ ആയത്തോളൂ, ഞാൻ വിശ്വസിക്കാൻ സമയമില്ല. ഇവിടെ ഷർഫു ഷാമിക്ക് അള്ളാഹ് ഇവൻ തന്നത് എന്റെ വാപ്പാക്ക് അടിയന്തര കഴിക്കാനല്ല, എനിക്ക് ഇരിക്കാൻ പോ ലോകത്ത് വീടില്ല, എല്ലാം മുതൽ ഒഴിവാക്കി നമുക്ക് കിടന്ന് മരിക്കാൻ പോലും വീടില്ല, ഒക്കെ ഒഴിവാക്കി കിടന്ന് മരിക്കാൻ പോലില്ല, ഒക്കെ ഒഴിവാക്കി. എന്റെ റബ്ബ്, എന്റെ നേതാവ് ശിഹാബ് തങ്ങൾ കല്ലിട്ടിരിക്കുന്ന പള്ളി, എന്റെ മഹാനായിരിക്കൽ പൊന്മള ഉസ്താദ് ദർശിച്ച പള്ളി, കുറെ മുജാഹിദീങ്ങൾ അവർക്ക് തിന്നാൻ കൊടുക്കുക, അതുപോലെ പ്രവർത്തിക്കുക. എന്നെ സഹായിക്കുന്നവർ സഹായിക്കുന്നവർ അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. ബാഹുവിന് അവരുടെ വർക്കത്തുകൊണ്ട് അടുത്ത കൊല്ലത്തിൽ ഷറഫിന്റെ ഗർഭപാത്രത്തിൽ നല്ല കൺമണിയായിരിക്കുന്ന ആൺകുട്ടിനെ കൊടുത്ത് ഈ സദങ്ങളുടെ വർക്കത്തുകൊണ്ട് അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് ഒരു ആൺകുട്ടി തരും. മുഹമ്മദ് അബീബക്കർ എന്ന് പേരിട്ടവരാ, മുഹമ്മദ് അബീബക്കർ എന്ന് പേരിട്ടാവോ. അൽഹംദുലില്ലാ. അങ്ങനെ ഓരോരുത്തരും അവരുടെ കൈവിളിച്ചിട്ട് പറയാ, എന്റെ അബ്ബാസിന്റെ വക അടുത്ത മാസം ഇൻഷാ അല്ലാഹ് ഡിസംബർ 28 സമ്മേളനമാണ്. അതിന്റെ മുമ്പിലായിക്കൊണ്ട് എത്തിച്ചു തരിക. അള്ളാഹു എന്റെ റൂഹിന്റെ ഇൻഷാ അല്ലാഹ് സവാബ് ഞങ്ങൾക്ക് എത്തിക്കും. ഞാൻ നടത്തിയ അല്ലാഹുമ്മ യാ ജാമി ശതാബ്ന അതിന്റെ നേതാവായിരിക്കുന്ന ഷെയ്ഖുന ഉസ്താദ് അവர்கள் എഴുതി തന്ന ദുആയാണ്. അതിന്റെ പവർ അല്ലാഹു നമുക്ക് നിലനിർത്തി തരണം. അബ്ബാസിന്റെ വക ഒരു തയ്യൽ മെഷീൻ അൽഹംദുലില്ലാഹ് ജമീല 18 കൊല്ലമായി മാപ്പിള മണ്ണിന്റെ അടിയിലാണ്. 4 സെന്റ് സ്ഥലത്താണ്, കാല് നീട്ടിക്കെടുക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലത്താണ് എന്റെ മകൾ. എന്റെ മാപ്പിള ഖബറിലാണ്, എന്റെ ഭാര്യ ദുന്യാവിന്റെ മുകളിൽ കുറിച്ച് ചിന്തിക്കുകയാണ്. എന്റെ ഭർത്താവ് ഈ 68 വയസ്സുള്ള സമയത്ത് വിശ്രമമില്ലാതെ അധ്വാനിക്കുകയാണ്. നിന്റെ മാപ്പിള ഖബറിന്റെ കരുത്തിലെടുത്തിട്ട് കരിയാണ്. എന്റെ ഭാര്യയാണല്ലോ റബ്ബേ സ്വതക്കം നൽകിയത്. എന്റെ ഭാര്യക്ക് കിട്ടണമെങ്കിൽ 26 വയസ്സായിരിക്കാൻ മകൻ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് കമ്പി കെട്ടണല്ലോ റബ്ബേ ചിന്തിക്കാൻ. ചിന്തിച്ച മക്കളെ, അള്ളാഹു നിന്റെ ഭർത്താവിന്റെ ഖബർ അള്ളാഹു സ്വർഗ്ഗമാക്കട്ടെ. ആ ഭർത്താവിന് വേണ്ടി നിന്റെ മകനിക്ക് അള്ളാഹു നല്ല പുതിയനെ അള്ളാഹു കൊടുക്കട്ടെ. ആ പുതിയനെ കൊണ്ട് ഒരു 5 മക്കളെയും കാണാൻ അള്ളാഹുലേക്ക് നോക്കിയിട്ട് തരട്ടെ. നബിദിനത്തിന് നിന്റെ നാട്ടിലാണ് ഞാൻ പ്രസംഗിച്ചത്. നിന്റെ നാട്ടില് ഞാനും ചിന്തിച്ച റബ്ബേ നബിയിലേക്കൊന്ന് വേല പറയല്ലേ, ഉപ്പാപ്പാന്റെ പേരിട്ട് പറയല്ലോ. അതിന്റെ പുറം ബാഹുക്കുന്നു ഇൻഷാ അല്ലാഹ്. എന്റെ ആമീന 35 കൊല്ലമായി അവളെ മാപ്പിള എന്റെ ഖാദിമാണ്. അല്ലാഹുവേ അതിന്റെ ബർക്കത്തുകളെ കൊണ്ട് ഇനിയും ആ കുടുംബത്തിന് മുസീബത്ത് അല്ലാഹു ഒഴിവാക്കണം. വെട്ടിമുറിക്കാൻ വേണ്ടി വരുന്നവരുടെ കൽബ് അല്ലാഹു തട്ടിമാറ്റണം. വെട്ടിമുറിക്കാൻ വേണ്ടി വരുന്ന കൽബുകൾ അല്ലാഹു തട്ടിമാറ്റണം. അല്ലാഹു ഖൈറിന് പറയും. എന്ത് പേര്? സുബൈദേ. എന്താണ്? അല്ലാഹ് കിഡ്നി ആയാലും വേണ്ടിയില്ല, എന്ത് മുസീബത്തായിരുന്നാലും ഇല്ല, ഞങ്ങളെ ഭാര്യമാരെ നീ ഒറ്റപ്പെടുത്തൽ. ഞങ്ങൾ മരിച്ച് ഞങ്ങളെ ഭാര്യ മറ്റൊരാൾക്ക് കെട്ടാൻ വിധിക്കണം. ഞങ്ങൾ മരിച്ച് ഞങ്ങളെ ഭാര്യ മറ്റൊരുത്തർ ഭാര്യയാക്കി തീർക്കരുത്. കിടന്ന് കാണും പെണ്ണെ, കിടന്ന് കാണും. തനസ്സലിൽ മലായികത്തു വറൂഹു ഫിഹാ എന്ന ആയത്തിന്റെ തഫ്സീർ സാബിലൊക്കെ കാണാം. എല്ലാ വെള്ളിയാഴ്ചയിലും മരണപ്പെട്ടവർ വീടിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കും, എനിക്കൊരു പത്തിരി തരുമോ, നീ എനിക്കൊരു തരുമോ, എന്റേതായിരിക്കുന്ന വീട്ടിലാണ് നീ അഞ്ചുറങ്ങുന്നത് എന്ന് പറഞ്ഞ് ഖബറാളികൾ വരും പെണ്ണെ. ഈ ആഴ്ചത്തിൽ അല്ലാഹുവേ ആ പാവപ്പെട്ടിരിക്കുന്ന മഹദിയുടെ
സുബൈദല്ലേ ഹാറൂൻ റഷീദ് റളിയല്ലാഹുവിന്റെ ഭാര്യയുടെ പേരല്ലേ അള്ളാഹു അവരുടെ ബർക്കത്തുകളെ കൊണ്ട് അള്ളാഹുവെ ആ മഹദിയുടെ ആ മഹാന്റെ രോഗം അള്ളാഹു ഷഫിയാക്കട്ടെ. അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനും പറയാനും പ്രവർത്തിക്കാനും അള്ളാഹു എന്റെ മൈമോനിക്ക് അൽഹംദുലില്ലാ മൈമോനാബിയുടെ ഖബർ എവിടെ ഉള്ളത്? എവിടെ? മക്കത്ത് ഐഷാബല്ലപ്പുറത്തല്ലേ? ഐഷാബല്ലപ്പുറത്തിന്റെ തന്നെ റസൂലുള്ളാഹിന്റെ പ്രധാന ഭാര്യയാണ് മൈമൂന റളിയല്ലാഹു അൻഹ. ആ മഹദിയുടെ ബർക്കത്ത് കൊണ്ട് ആ വീട് അർത്ഥമല്ല ഇൻഷാ അല്ലാഹ് ഈ ബറാത്തിൽ അടുത്ത ബറാബത്ത് പുതിയ വീടൊക്കെ അല്ലാഹു തൗഫീഖ്. ആ വീടിന്റെ അകത്തുള്ള മുസീബത്ത് അല്ലാഹു തആല പറഞ്ഞോളൂ. അഹമ്മദ് ഹാജി അയാളുടെ ഭാര്യ ഖബറിലാണ്. എന്റെയും എന്റെ മഹാനായിരിക്കുന്ന ഷെയ്ഖുനിയുടെ ഭാര്യ എന്റെ ഷെയ്ഖുന ദാരിമി ഉസ്താദിന്റെ ഭാര്യ ഞങ്ങളുടെ ഭാര്യമാര് ഗുണമില്ലെങ്കിലും ദുനിയാവിലുണ്ട്. അള്ളാഹു അവർക്ക് ഗുണം ചെയ്യാൻ അള്ളാഹുക്ക് എല്ലാവരും കൊടുക്കട്ടെ. നിങ്ങളെ കയ്യും കാലും പൊന്താതെ അവരെ ചിരിച്ച് മയക്കെടുക്കാൻ അള്ളാഹു നമുക്ക് നല്ല സ്വഭാവം അവരത്തൊക്കെ ഭൂമിയിൽ പോകണ്ടേ? സുബ്ഹാനല്ലാഹ്. അഹമ്മദ് അല്ലോ എടാ അടുത്ത പറയാത്തേക്ക് ഉള്ളി ഞാൻ എന്റെ വീടിന്റെ പണി കൊടുത്താണ്. എന്റെ കുട്ടീനെ അള്ളാഹു വലിയൊരു ആലിമാക്കും, ഒരു പണ്ഡിതനാക്കും. അവനൊക്കെ അള്ളാഹു സ്വാലിഹായിരിക്കുന്ന ജീവിതം അള്ളാഹു കൊടുക്കും. അവനക്ക് സുബീനസ്കാരം കള്ളാഹില്ലാത്ത ഭാര്യ അള്ളാഹു. വീടില്ലേ? വാടകപ്പരിന്ന് മയ്യത്ത് കൊണ്ടുപോയി ഗതികളുള്ള ഒറ്റായിരിക്കും. വാടകപ്പരിന്ന് മയ്യത്ത് കവറിറക്കി കുട്ടികളുള്ള ഗതികളുള്ളാഹു ഒറ്റായിരിക്കട്ടെ. എല്ലാവർക്കും ഇൻഷാ ഓരോ കവറ് തരും. ഇൻഷാ എല്ലാവരും ഈ കവറുകൾ വാങ്ങി ചുരുങ്ങിയത് ഒരു 1000 ഉറുപ്പിക വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് മംഗലാപുരത്തെ മുഴുവനും 1-ാം തീയതിക്ക് അവിടെ പരിപാടിയുണ്ട്. മഹാനായിരിക്കുന്ന ഇവിടെ ഉമ്മറാജിന്റെ നാട്ടിൽ 1, 2, 3 അവിടെ ഉണ്ടാവും. എന്റെ മഹാനായിരിക്കുന്ന എനിക്ക് അക്ബർ ഷാ അദ്ദേഹത്തിന്റെ പെങ്ങളുടെ ഭർത്താവ് പറ്റ് മരിച്ചതാണ്. അവർക്ക് വേണ്ടി ഒരു കിണർ നിയത്താക്കിയിട്ടുണ്ട്. അള്ളാഹു 2 ലക്ഷം എത്തിക്കും. ആ 2 പെൺകുട്ടികളെ അള്ളാഹു കിട്ടിയ തൗഫീഖ്. ചെറുപ്പക്കാർക്ക് പെണ്ണാണ്. ഭർത്താവിന്റെ ഒപ്പം കിടന്നിട്ട് കുറച്ച് കൊല്ലം കിടന്നിട്ടുള്ളൂ. ഭർത്താവ് തീർത്ഥത്തിൽ മൂത്രത്തിലാണ്. അള്ളാഹു അവൾക്ക് നല്ലൊരു പുരാണം. ഞാൻ ദ്വാരക്കരെന്താ ഞങ്ങളെ ഭാര്യമാര് മരിച്ചൊക്കെ ഞങ്ങൾ മരിച്ച ഞങ്ങളെ പെണ്ണൊക്കെ ഇതെന്താ ദ്വാരത്തത്? ഫിത്തന വേണം കൊടുക്കണം. എല്ലാം കൊടുക്കണം. എല്ലാവരും കൊടുത്തു കൊടുക്കേ കൊണ്ടോട്ട് സുബൈക്കാന്റെ എന്താ അത് വായിക്കണേ ആയിക്കോട്ടെ. കൈ പിടിക്കുക എല്ലാവരും വായിക്കോളെ. എല്ലാവരും 1000 ഉറുപ്പിക കുറയാതെ കൊടുക്കുക. എത്ര പക്ഷേ എനിക്ക് മനസ്സിലായി കെടുന്ന് മരിക്കാൻ വേണ്ടി അത്ര ധൈര്യത്തിൽ നടക്കുകയാണ്. മറുതുണിയില്ലാത്ത പാവപ്പെട്ടിരിക്കുന്നതിന്റെ ഖദീജ ഏത് സമയത്തിലാണ് ഗവൺമെന്റ് സിരിവൊക്കെ അറിയില്ല. ഇത് കേട്ടപ്പോൾ കൽബ് പതറി വേദനിച്ചു. അവരുടെ ആ വീട്ടിൽ നിന്ന് കഴകത്തിലേക്ക് അജ്ഞമാണ് നമ്മളെ കൊടുക്കും. അള്ളാ ഇത് ജമീല വീട്ടിൽ പോയി കവറിലിട്ടിട്ട് ഡിസംബർ 27-ന് മേശയിലിടാൻ അസ്മാന്റെ വാപ്പിയാണ് നല്ലൊരു പിന്നെ എനിക്കുള്ള ബോർഡൊന്നും അറിയോ? അത് എല്ലാ ഭാഗങ്ങളും ചുരുങ്ങി ഉദ്ദേശ കാര്യങ്ങളൊക്കെ മുറാതെ ഞാൻ ഉൾപ്പെടെ 10 ആൾക്ക് കഴിഞ്ഞ ഞങ്ങൾ ആർക്കും വാങ്ങിച്ചോളി. അമ്മ
അല്ലാഹുവേ ആ കെട്ടുമുട്ടൊക്കെ ഒഴിവാക്കണം. ആമീൻ. ആ കെട്ടുമുട്ടൊക്കെ ഒഴിവാക്കണേ. കെട്ടുമുട്ട അല്ലാഹുവേ ഒഴിവാക്കണം. ആമീൻ. അത് വായിക്കണം. അത് വായിക്കാം. മറ്റേ പൈസ രണ്ട് പൈസ മറ്റേ പൈസ ഇങ്ങനെ പൈസ اللهم اشف امراضه يا